നാം എല്ലാവരും കുളിക്കുന്ന സമയത്തിന് നമ്മുടെ വീടിൻ്റെ ഉയർച്ചയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഒരു വീട്ടിലെ സ്ത്രീകൾ ചില സമയങ്ങളിൽ കുളിക്കുന്നത് ആ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും എല്ലാം വന്നു ചേരുവാൻ ഇടയാക്കും. ഇനി നേരെ മറിച്ച് ഒരു തെറ്റായ സമയത്താണ് ആ വീട്ടിലെ സ്ത്രീകൾ കുളിക്കുന്നതെങ്കിൽ അത് ആ വീടിൻ്റെ സമ്പൽ സമൃദ്ധിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഒരു വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഐശ്വര്യമാണ്. മഹാലക്ഷ്മിക്ക് തുല്യമാണ് ആ വീട്ടിലെ സ്ത്രീകൾ. വീട്ടിലെ സ്ത്രീകൾ ആരോഗ്യവതികളും സന്തോഷവതികളുമാണെങ്കിൽ തന്നെ ആ വീടും അത്രയധികം ശോഭിക്കുമെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കൂടുതൽ ആളുകൾക്കും തന്നെ കുളിയുടെ സമയത്തിലുള്ള ഈ പ്രാധാന്യത്തെപ്പറ്റി അത്ര ധാരണയില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അതിൻ്റേതായ എല്ലാ ഉയർച്ചകളും വന്നു ചേരുവാനിടയാകും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. വളരെ പുരാതനമായിട്ടുള്ള ഒരു സംസ്കൃതത്തിലെ ശാസ്ത്രഗ്രന്ഥമാണ് ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥത്തിൽ വ്യത്യസ്തമായ 4 തരത്തിലുള്ള കുളികളെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ആ 4 വ്യത്യസ്തമായ കുളികൾ എന്ന് പറയുന്നത് മുനിസ്നാനം, ദേവസ്നാനം, മനുഷ്യസ്നാനം, രാക്ഷസ സ്നാനം എന്നിവയാണ്. ഈ 4 തരത്തിലുള്ള കുളികളുടെയും സമയവും അപ്രകാരം നിങ്ങൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അതുമൂലമുണ്ടാകുന്ന ഫലങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളും തന്നെ വളരെയധികം തിരക്ക് പിടിച്ച് നെട്ടോട്ടമോടുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതിനിടയിൽ ഇതിൽ പറയുന്ന രീതിയിൽ കൃത്യമായ സമയമൊക്കെ നോക്കി കുളിക്കുവാൻ എങ്ങനെ സമയം കണ്ടെത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ നിങ്ങൾ കഴിയുന്ന സമയങ്ങളിൽ എല്ലാം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ രീതിയിൽ തന്നെ കുളിക്കുകയാണെങ്കിൽ ആ ഭവനം എല്ലാ ഗുണകരമായ ഫലങ്ങളും നേടിയെടുക്കും. ഇപ്രകാരം പറയുവാൻ കാരണം ഒരു വീട്ടിലുള്ള എല്ലാ വ്യക്തികളും തന്നെ ജോലിക്ക് പോകുന്നവരായിരിക്കും. ഇനി ആ വീട്ടിലുള്ള സ്ത്രീകളും അമ്മമാർക്കുമൊക്കെ ആണെങ്കിൽ തന്നെ 100 കൂട്ടം ജോലി ഉണ്ടാകും ഒരു ദിവസം ചെയ്തു തീർക്കാൻ. പക്ഷേ ഭാരതീയ സംസ്കാരമനുസരിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സംസ്കാരമനുസരിച്ച് എല്ലാ ആളുകളും തന്നെ ഒരു ദിവസം ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം മുടങ്ങാതെ കുളിക്കുന്നവരാണ്. ഇങ്ങനെ ഒരു സംസ്കാരം കേരളത്തിൻ്റെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണെന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ഇത്രത്തോളം കുളിക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന നമ്മളെല്ലാവരും അതിൻ്റെ സമയത്തിനുള്ള പ്രാധാന്യവും കൂടി കണക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ കടബാധ്യതകൾ, ദാരിദ്ര്യം, മാനസിക ബുദ്ധിമുട്ട് എന്നിവയ്ക്കൊക്കെ ഒരു ശമനം ലഭിക്കുന്ന തരത്തിലുള്ള ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇനി ഇതിൽ ആദ്യമായി പറയുവാൻ പോകുന്നത് കുളികളിൽ ഏറ്റവും വിശിഷ്ടമായത് എന്നറിയപ്പെടുന്ന കുളികളെ പറ്റിയാണ്. ഒരു വീട്ടിലെ സ്ത്രീകൾ ഈ ഒരു സമയത്ത് കുളിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തുവാനായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു സമയത്ത് കുളി എന്ന് പറയുന്നത് സാധ്യമാവുകയുള്ളൂ. അതായത് പുലർച്ചെ ഒരു 4 മണിക്കും 5 മണിക്കും ഉള്ളിലായിട്ടാണ് നിങ്ങൾ കുളിക്കുന്നതെങ്കിൽ അത് മുനിസ്നാനമാണ്. ഏറ്റവും ഊർജ്ജസ്വലതയുള്ള ഒരു ദിവസം ലഭിക്കുവാനായി കുളിക്കേണ്ട ഏറ്റവും നല്ല സമയം ഇതുതന്നെയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വീട്ടിലെ സ്ത്രീ സന്തോഷവതിയാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും ആ പോസിറ്റീവ് ഊർജം ലഭിക്കുമെന്നുള്ളതാണ് സത്യം.
എന്നാൽ ചില സമയങ്ങളിൽ ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ചില ദിവസങ്ങളിൽ എന്താണ് കാര്യമെന്ന് പോലും അറിയാത്ത രീതിയിൽ ഒരു ക്ഷീണവും ഉന്മേഷമില്ലായ്മയും ഒക്കെ ആയിരിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിനുള്ള ഒരു പരിഹാരമാണ് മുനിസ്നാനം എന്ന് പറയുന്നത്. കാരണം അത്രയധികം മാനസികമായുള്ള സന്തോഷവും ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങൾക്ക് അധികരിക്കുവാൻ ഈ ഒരു സമയത്ത് കുളിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ഈ മുനിസ്നാനം വീട്ടിലെ സ്ത്രീകൾ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. മാനസിക സമ്മർദ്ദമുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഈ ഒരു മുനിസ്നാനം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഏറ്റവും ഉപകാരപ്രദമാകും. അതോടൊപ്പം തന്നെ ഇപ്രകാരം ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് നിങ്ങൾ ഉന്മേഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ ആ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം നിറയുവാനും അതിനനുസരിച്ചുള്ള ഉയർച്ചകൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു ചേരുവാനും ഇടയാക്കും. ഇനി രണ്ടാമതായി, വീട്ടിലെ സ്ത്രീകൾക്കും ആ വീട്ടിലുള്ളവർക്കുമൊക്കെ കുളിക്കുവാൻ ഏറ്റവും ഉത്തമമായുള്ള ഒരു സമയമാണ് രാവിലെ 5 മണിക്കും 6 മണിക്കുമുള്ളിലുള്ള സമയം. ഈ സമയത്ത് നിങ്ങൾ കുളിക്കുന്നതിനെയാണ് ദേവസ്നാനം എന്ന് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി മറ്റുള്ള ജോലികളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വീട്ടിലേക്ക് എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം വന്നു ചേരുമെന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് പരമാവധി ശ്രമിക്കുക. കാരണം തിരക്കിട്ട് രാവിലെ കുളിച്ചാൽ കുളിച്ചു, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള തരത്തിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ദോഷഫലങ്ങളും വീടുകളിലേക്ക് വരുമെന്നുള്ളതിൽ സംശയമില്ല. ഈ ദേവസ്നാനം കൊണ്ട് വീടിൻ്റെ ഐശ്വര്യം മാത്രമല്ല അധികരിക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യവും മാനസികമായ സന്തോഷവും ഊർജ്ജസ്വലതയുമെല്ലാം ഏറ്റവും നല്ല രീതിയിലായിരിക്കും നിലനിൽക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് മനുഷ്യസ്നാനം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കുളിക്കുന്നത് രാവിലെ 6 മണിക്കും 8 മണിക്കുമുള്ളിലാണെങ്കിൽ അത് മനുഷ്യസ്നാനത്തിൽ പെടും. അപ്പോൾ മനുഷ്യന് കുളിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയങ്ങളിൽ അവസാനത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണിയാണ്. ഈ മനുഷ്യസ്നാനം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം അധികരിക്കുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മംഗളകരമായി തീരുവാനുമൊക്കെ ഇത് ഏറ്റവും ഗുണകരമാണ്. ചില ആളുകൾ പറയുന്നത് കേൾക്കാം, എന്ത് ചെയ്താലും ഒരു കാര്യവുമില്ല എന്നൊക്കെ. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ശരിയായ രീതിയിൽ ഫലം നൽകില്ല എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ ഈ മനുഷ്യസ്നാനം കൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മോചനം ലഭിക്കും. നിങ്ങൾ എന്തെങ്കിലും ജോലി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ എന്തെങ്കിലും മംഗളകാര്യങ്ങൾക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുമൊക്കെ ഈ പറഞ്ഞിട്ടുള്ള 3 സ്നാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്നാനം വേണം തീർച്ചയായും ചെയ്യുവാൻ. ഇനി നാലാമതായിട്ട് വരുന്നതാണ് രാക്ഷസ സ്നാനം. അതായത് രാവിലെ 8 മണി കഴിഞ്ഞ് ഉള്ള കുളിയാണ് രാക്ഷസ സ്നാനം എന്ന് പറയുന്നത്. വീട്ടിലെ സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ആരായിരുന്നാലും കുളിക്കുവാൻ ഒട്ടും തന്നെ അനുയോജ്യമല്ലാത്ത ഒരു സമയമാണ് 8 മണി കഴിഞ്ഞുള്ള സമയം. ഇങ്ങനെ 8 മണി കഴിഞ്ഞ് നിങ്ങൾ കുളിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ദാരിദ്ര്യവും കടബാധ്യതകളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം നിറഞ്ഞു നിൽക്കുമെന്നുള്ളതാണ് സത്യം. 8 മണി കഴിഞ്ഞുള്ള കുളി എന്ന് പറയുന്നത് ഒരു വിധത്തിലുള്ള പോസിറ്റീവ് ഊർജത്തെയും നിങ്ങൾക്ക് നൽകുന്നില്ല.
ചില ഭവനങ്ങളിലുള്ള സ്ത്രീകളും അമ്മമാരുമൊക്കെ വീട്ടിലെ പണിയൊക്കെ തീർത്ത് അതിനുശേഷം രാവിലെ ഒരു 10-11 മണി ആവുമ്പോൾ കുളിക്കാമെന്ന് വിചാരിക്കുന്നവരാണ്. അങ്ങനെ പണിയൊക്കെ തീർത്ത് വരുമ്പോൾ ഉച്ചയാകും. ആ സമയത്ത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കും. എന്നാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭവനങ്ങളിലേക്ക് കടബാധ്യതകളും കഷ്ടതകളും വിട്ടുമാറാത്ത രീതിയിൽ വന്നുകൊണ്ടേയിരിക്കും. ഇതിനു പകരം നിങ്ങൾ ചെയ്യേണ്ടത് 8 മണിക്ക് മുൻപായി കുളിച്ച് ശുദ്ധിയായി പ്രാർത്ഥനയോടെ ആ ദിവസം തുടങ്ങുക. ശേഷം വൈകുന്നേരം സന്ധ്യാവിളക്ക് തെളിയിക്കുന്നതിന് മുൻപായി വൈകുന്നേരം ഒരു 4 മണി മുതൽ 5:30 വരെയുള്ള സമയത്തിനുള്ളിൽ വീണ്ടും കുളിച്ച് ശുദ്ധിയാവാം. അതിൽ തെറ്റൊന്നുമില്ല. ഇനി അതല്ല, രാത്രി കിടക്കുന്നതിന് മുൻപ് കുളിക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ തല നനയ്ക്കാതെ ദേഹം മാത്രം കുളിച്ച് വൃത്തിയായതിനു ശേഷം കിടന്നുറങ്ങാവുന്നതാണ്. ഇതിൽ തീർച്ചയായും വീട്ടിലെ അമ്മമാരും സ്ത്രീകളുമൊക്കെ ഈ പറഞ്ഞിട്ടുള്ള സമയങ്ങൾ തെറ്റിക്കാതെ ചെയ്യുവാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ആ വീടിൻ്റെ മഹാലക്ഷ്മിയാണ്. നിങ്ങൾ ചെയ്തു തുടങ്ങിയാലേ ആ വീട്ടിലുള്ളവരും ഇതിൻ്റെ ഗുണഫലങ്ങൾ തിരിച്ചറിയുകയുള്ളൂ. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.